ഇന്നത്തെ ആത്മീക ലോകത്തിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. പക്ഷെ ഞാൻ എന്താണോ ഇപ്പോൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഇതാണ് കൃത്യമായ വഴി എന്നുള്ളത്, ഇതാണ് സത്യമെന്നുള്ളത്. ദൈവസഭയാകുന്ന ആത്മീക ഭവനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പുത്രന്മാരായി പുത്രിമാരായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തിയെടുക്കുകയാണ്. അവിടെയും നമ്മളെ ആത്മീകമായി നയിക്കുന്ന, പിതൃതുല്യമായ സ്ഥാനം വഹിക്കുന്ന, ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും, നിശ്ചയമായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വർഗസ്ഥനായ പിതാവ് ഉണ്ടെങ്കിൽ, ഒരു പിതാവില്ലാതെ ഒരു ജനനം ഈ ഭൂമിയിൽ നടക്കില്ലെങ്കിൽ, ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുമുഖം അന്വേഷിക്കാതെ നിങ്ങൾ ദൈവഭവനക്കാരാകത്തില്ലെങ്കിൽ, നിങ്ങളെ ആത്മീകമായി വളർത്തുവാൻ നിങ്ങൾ ചിലരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയുകയില്ല. എൻ്റെ കയ്യിൽ കുറെ കട്ടയും സിമെന്റും കമ്പിയും മണലും ഉണ്ട്, എൻ്റെ പുരയിടത്തിൽ അത് കിടപ്പുണ്ട്, ഒരു ലോഡ് മണലും ഞാൻ ഇറക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പുരയിടത്തിൽ ഒരു വീടുണ്ടാകത്തില്ല. അതിന് പ്ലാൻ വരച്ച്, അത് ഡിസൈൻ ചെയ്ത്, നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ എടുത്ത് ആ പ്ലാനിനനുസരിച്ച് അത് പണിതുയർത്താൻ ചില കരങ്ങൾ അവിടെ വെളിപ്പെട്ട് വരണം. വെളിപ്പെട്ട് വരാതെ അവിടെ വീടുണ്ടാകത്തില്ല. എന്നതുപോലെ തന്നെ ക്രിസ്തുവിൽ നമ്മെ നയിക്കുന്നവരുണ്ട്, ക്രിസ്തുവിൽ നമ്മെ നടത്തുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല, ഒരു ഏലിയാവില്ലാതെ ഒരു എലീശ ഇല്ല, ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരു സാമുവേൽ ഇല്ല, ഒരു ദാവീദ് ഇല്ലാതെ എറിയുന്ന 400 വീരന്മാരില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ അപ്പോസ്തലനില്ലാതെ 12 അപ്പോസ്തലന്മാരില്ല. ഒരു പൗലോസ് ഇല്ലാതെ ഒരു തിമോത്തിയോസ് ഇല്ല, ഒരു അനന്യാസ് ഇല്ലാതെ ഒരു പൗലോസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നതായ ദൈവിക ക്രമങ്ങളുണ്ട് പ്രിയരെ. ഈ തിമോത്തിയോസിന്റെ വിഷയം ഞാൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു സ്പിരിച്വൽ സണ്ണായിരുന്നു, ഒരു ആത്മീക പുത്രനായിരുന്നു. നമ്മളെപ്പോഴും ഈ ആത്മീക പുത്രത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡിഫറെന്റ് ഡൈമെൻഷൻസിനെ കുറിച്ച് ചിന്തിക്കാറില്ല. സത്യത്തിൽ നമുക്കത് അറിയത്തില്ല. അതുകൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളില്ല. ബോധ്യങ്ങളുണ്ട്, വെളിപ്പാടില്ല. ആ വെളിപ്പാടിൽ നാം നിൽക്കുമ്പോഴാണ് ആ പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വാഴ്ച നടത്തുന്നത്. അതിൻ്റെ സെക്യൂർനെസ് എന്താണെന്നും, അതിൻ്റെ പവർ എന്താണെന്നും, അതിൻ്റെ മഹത്വം എന്താണെന്നും, അതിൻ്റെ ശക്തി എന്താണെന്നും, അതിനെ പൈശാചിക മണ്ഡലങ്ങൾ എത്രത്തോളം പേടിക്കുന്നുണ്ടെന്നും വളരെ വ്യക്തമായി കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം 1999 രക്ഷിക്കപ്പെട്ട് 2000 ഇവിടെ അടുത്തൊരു പെന്തിക്കോസ് സഭയിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് 2001 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ കൺവെൻഷൻ സ്റ്റേജുകളിൽ നടന്ന് പ്രസംഗിക്കുകയും അനവധി ആത്മാക്കളെ കർത്താവിലേക്ക് നയിക്കുകയൊക്കെ ഞാൻ ചെയ്തെങ്കിലും എന്നെ തിരുത്തുവാനും എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുവാനും എന്നെ കറക്റ്റ് ചെയ്യുവാനും ശിക്ഷണങ്ങൾ തരുവാനും എന്നെ നയിക്കുവാനും ഓർത്ത് പ്രാർത്ഥിപ്പാനും എൻ്റെ മനസ്സ് തുറന്ന് സംസാരിപ്പാനും ഒക്കെ എനിക്ക് മീതെ ഈ ഒരു മനുഷ്യനെ കൊണ്ടുവന്നതാണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ഒത്തിരി മാറ്റങ്ങൾക്ക് വഴിതിരിച്ചു വിട്ടത്. ഹല്ലേലൂയ. എല്ലാവരെ പോലെയും പ്രയാസങ്ങൾ വരാറുണ്ട്, എല്ലാവരെ പോലെയും വെല്ലുവിളികളിലൂടെ ഞാനും കടന്നു പോകുന്നുണ്ട്. നിങ്ങളൊക്കെ പോകുന്നതിൻ്റെ ഇരട്ടി പോകുന്നുണ്ട് പലപ്പോഴും. ചിലർ ചോദിക്കാറുണ്ട്, ടിനു പാസ്റ്ററെ എന്താണ് ഈ ശുശ്രൂഷയുടെ കാരണം? ചിലർ എന്നോട് പറയാറുണ്ട്, താങ്കൾ ആരെയും കുറ്റപ്പെടുത്താറില്ല, താങ്കൾ ഒരു മതത്തെയും വിമർശിക്കാറില്ല, താങ്കൾക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായാലും മറുപടി പറയാൻ പോകാറില്ല. പക്ഷെ ഞാൻ അങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റമാണത്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, അതിനുവേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മളെ പണിതുയർത്തുന്നതെങ്കിലും തീരുമാനം നമ്മളുടേതാണ്. ഇളയ മകൻ മടങ്ങി വരുവാൻ തീരുമാനമെടുത്തു.
ഒരിക്കലും പിതാവായ ദൈവം അവനെ തിരക്കി പോയില്ല, അല്ലെങ്കിൽ അപ്പൻ അവനെ തിരക്കി പോയില്ല. ഇളയ മകൻ മടങ്ങി വരുവാൻ തീരുമാനമെടുത്തപ്പോൾ അപ്പന്റെ ഭവനത്തിലേക്ക് അടുത്തു വരുമ്പോൾ അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, അവനെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തീരുമാനം നമ്മളുടേതാണ്. ദൈവം നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നില്ല, പക്ഷെ നാം എടുത്ത തീരുമാനങ്ങളുടെ മേളിൽ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചില കാരണങ്ങളുണ്ട്. ചിലർക്ക് വേണ്ടി റെയ്നാട് പോകെ പ്രാർത്ഥിച്ചിട്ടും പിന്നെ യാതൊരു ഗതിയും വരാത്തതിൻ്റെ പിറകിലും ചില കാരണങ്ങളുമുണ്ട്. ആരെല്ലാം പ്രാർത്ഥിച്ചു, എവിടെല്ലാം പ്രാർത്ഥിച്ചു. ചിലർ അനുഗ്രഹിക്കപ്പെടാനും റീസൺസ് ഉണ്ട്, ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും റീസൺസ് ഉണ്ട്. അതിൻ്റെ റീസൺസ് ദൈവത്തിനറിയാം, രണ്ട് ആ വ്യക്തിക്കും കുറച്ചൊക്കെ അറിയാം. ഞാൻ പുറമേ കാണിക്കുന്ന ഐറ്റമേ ഉള്ളൂ, അകത്താരാന്ന് ആ പുള്ളിക്ക് നല്ലോണം അറിയാം. പലപ്പോഴും കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ അത് ഇത് ക്ഷമിക്കണേ, ഇത് പറഞ്ഞ് ക്ഷമിക്കണേ, ഞാൻ പാസ്റ്ററെ കുറിച്ച് തന്നെ പറഞ്ഞ് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നു ഉണ്ട്. സ്തോത്രം. ദൈവത്തിന് ഒരു റീസൺ ഉണ്ട്. ചിലരെ അനുഗ്രഹിക്കാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും, ചിലർ ഉയരാനും ചിലർ ഉയരപ്പെടാതിരിക്കാനും. പക്ഷേ ഈ സന്ദേശത്തിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്കും പുത്രത്വത്തിന്റെ അഭിഷേകത്തിലേക്കും നിങ്ങൾ കയറി വരികയാണെങ്കിൽ അവൻ്റേതെല്ലാം നിന്റേതായി തീരുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ഇതൊരു സത്യമായ കാര്യമാണ്. ഞാൻ ഒരിക്കൽ അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രൊഫറ്റ്, ഒരു പ്രവാചകൻ, വേൾഡിലെ ഒത്തിരി പ്രൊഫറ്റ്സ് അവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി പ്രവാചകന്മാർ ആ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവാചകന്മാരെന്ന് പറയുന്നത് വേൾഡിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്നവർ. 100-150 പ്രൊഫറ്റ്സ് അവിടെ ഉണ്ട്, പ്രവാചകിമാരുമുണ്ട്. അതെല്ലാം ഓരോ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നവരാണ്. ആ രാജ്യത്തിൽ അതിശക്തമായി ഉപയോഗിക്കുന്ന പ്രൊഫറ്റ്സ് ആണ് അവരെല്ലാം. ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ എനിക്ക് ദൈവം അവസരം തന്നു. ആ കോൺഫറൻസ് കഴിഞ്ഞ് ആ കോൺഫറൻസ് നയിച്ച ആ ദൈവപുരുഷൻ, അദ്ദേഹം വളരെ ശക്തമായി ശുശ്രൂഷിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ മീറ്റിങ്ങിൽ. അദ്ദേഹം സിംബാബ്വേക്കാരനായ മനുഷ്യനാണ്. എന്നെ ഒരു പരിചയമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം എന്നോട് ചില ദൂതുകൾ അന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് മലയാള ഭാഷ അറിയില്ല, സിംബാബ്വേക്കാരനാണ്, ആഫ്രിക്കനാണ്. എന്നെ കണ്ട ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു, യുവർ ബ്രദർ ഈസ് എ പാസ്റ്റർ. നിന്റെ സഹോദരൻ ഒരു ദൈവദാസനാണ്. നിനക്ക് 2 സഹോദരന്മാരെ ദൈവം തന്നിരിക്കുന്നു, അവർ 2 പേര് ശുശ്രൂഷകരാണ്. എന്നിട്ട് പുള്ളി വായിക്കുകയാണ്, ആറന്മുള. വാട്ട് ഈസ് ആറന്മുള? പുള്ളിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുപേരാണ്. നഥനയേൽ ഹാവിങ് സം ഐ പ്രോബ്ലം. നഥനയേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിന്റെ വീട്ടിൽ കാണിക്കുന്നു. ആ വ്യക്തിക്ക് കണ്ണിനെന്തോ പ്രശ്നമുണ്ട്. ഞാൻ അറിയിക്കുന്നു, അവൻ എൻ്റെ സാക്ഷിയാകും, ഞാൻ അവനെ സൗഖ്യമാക്കും. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് എന്നോട് കേരളത്തിൽ ഇന്ന സ്ഥലം, പിന്നെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. കൊട്ടാരക്കര എന്നൊക്കെ പുള്ളി സ്പെല്ലിങ് വായിച്ചെടുക്കുകയാണ്, എന്നിട്ട് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. അത്ര ശക്തനായ മനുഷ്യൻ. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇംപാർട്ടേഷന് വേണ്ടിയിട്ട്. ദൈവകൃപയാൽ എങ്ങനെയോ ആ സർവീസ് കഴിഞ്ഞ് അദ്ദേഹത്തെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ ഗ്രീൻ റൂമിൽ അദ്ദേഹത്തെ കാണാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. ആ ഗ്രീൻ റൂമിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പോലെ നിനക്കും പ്രവചിക്കുവാൻ വേണ്ടിയല്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓൾറെഡി നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, ദൈവം നിന്നെ ആ നിലകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പോൾ എന്നോട് ചോദിക്കാൻ വരുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിന്നോട് തന്നെ പറയുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മേളിൽ കിടക്കുന്ന അഭിഷേകവും എൻ്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷയും അത് സ്വീകരിച്ചെടുത്തുകൊണ്ട് നീ ഭാരതത്തിലേക്ക് പോകുവാനാണ് വന്നതെങ്കിൽ എൻ്റെ കൈവപ്പിനാൽ നിന്നിലൊരു ജ്വലനമുണ്ടാകും. പക്ഷേ ഞാൻ ഉപയോഗിക്കപ്പെടുന്ന തലങ്ങളിൽ നിനക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടാകണം. ഇതൊരു ബ്രിഡ്ജാണ്. ആ ബന്ധമില്ലാതെ ഇതൊരിക്കലും ഇമ്പാർട്ട് ചെയ്യപ്പെടത്തില്ല. യേശു കൂടെ കൊണ്ട് നടന്നല്ലേ അവരെ വളർത്തിയെടുത്തത്. ഏലിയാവിൻ്റെ ഒപ്പം നടന്ന എലീശയുടെ മേലിലേക്കല്ലേ ആത്മപകർച്ച ഉണ്ടായത്.
കൂടാരം വിട്ടു പിരിയാതെ നിന്ന ജോഷുവയിലേക്കല്ലേ അടുത്ത ബാറ്റേൺ ദൈവം കൈമാറിയത്. പൗലോസിനോടൊപ്പം തന്റെ നിര്യാണകാലം അടുത്ത സമയത്തും ഒപ്പം നിന്ന ഒത്തിരി മിഷണറിമാർ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആ തിമോത്തിയല്ലേ തൻ്റെ ആ ശുശ്രൂഷയുടെ പുതപ്പിനകത്തായി തീർന്നത്. ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിലൂടെ മാത്രമേ ഈ ഒരു ഇംപാർട്ടേഷൻ നടക്കുകയുള്ളൂ. അതിൻ്റെ ആഴങ്ങളിൽ നിനക്കെൻ്റെ പുത്രനായിരിക്കുവാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പലരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റർ ക്രിസ്തു ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ബെന്നിഹിൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പല ദൈവദാസന്മാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ ഉടമ്പടി ചെയ്തവനാണ്. അപ്പനെ മാറിയെടുക്കാൻ പറ്റുകയില്ലെന്നുള്ള സത്യം എൻ്റെ ഉള്ളത്തിലുണ്ട്. വലിയ വലിയ ദൈവദാസന്മാരൊക്കെ എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പുത്രത്വത്തിൽ നിനക്ക് നിൽക്കാമോ? ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കാമോ? പക്ഷെ ഞാൻ അവരെയൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇല്ല, എൻ്റെ മേലിൽ ദൈവം ഒരു ദൈവപുരുഷനെ ആക്കിയിട്ടുണ്ട്. ഞാനൊരു ദർശനത്തിന് കീഴിൽ നിൽക്കുന്നു, ഞാനൊരു അധികാരത്തിന് കീഴിൽ നിൽക്കുന്നു. ഞാൻ അധികാരത്തിൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, പുത്രത്വത്തിലേക്ക് വരണമെങ്കിൽ, ദൈവഭവനക്കാരനായി തീരണമെങ്കിൽ ദൈവപുത്രനാകുന്ന ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിങ്ങളൊരു ആത്മീക ഭവനത്തിൽ വരുമ്പോൾ ആത്മീക ഭവനത്തിൽ നിങ്ങൾ വളരേണ്ടത് പുത്രന്മാരായി പുത്രിമാരായിട്ടാണ്. നിശ്ചയമായിട്ടും. കാരണം ആ പുത്രന്റെ കരങ്ങളിലേക്കാണ് പിതാവ് സകലതും കൈമാറുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന അപ്പന്മാർ, അമ്മമാർ പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ അധ്വാനിച്ചതും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുവാൻ പോകുന്നത് അയൽവക്കക്കാർക്കാണോ നാട്ടുകാർക്കാണോ? അതോ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിലും നിങ്ങളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും വേണ്ടിയാണോ? തിമോത്തിയോസ്, പൗലോസ്, നമ്മൾ പറയുന്നൊരു കാര്യമാണ് പലപ്പോഴും, ഈ തിമോത്തിയെ പൗലോസ് അല്ല സ്നാനപ്പെടുത്തിയത്. തിമോത്തിയോസിനെ പൗലോസ് അല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ചിലർ പറയാറുണ്ട്, എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ്. അല്ല, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഇത് ദൈവം നമുക്ക് തരുന്നൊരു ബോധ്യമാണ്. ഇതൊരു ഉടമ്പടിയാണ്. അതൊരു വിശ്വസ്തതയാണ്. ഭർത്താവിന് കൊടുത്ത ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഭാര്യയ്ക്ക് കൊടുത്ത ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഭർത്താവിനേക്കാൾ കഴിവുള്ള പുരുഷനെയോ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാലും വേറെ ആരെയൊക്കെ കണ്ടാലും ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ഭർത്താവിനോടും ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ഭാര്യയോടും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് പറയുന്നത് ദൈവമുൻപാകെ കാണിക്കുന്ന വലിയൊരു വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. ആ വിശ്വസ്തന്മാരെയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ആ വിശ്വസ്തമാരെയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. അല്ലാതെ അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനെ അല്ല. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവദാസനെ, ഒരു വാക്യം ഇത് ജസ്റ്റ് ഒന്ന് വായിപ്പിക്കുന്നത് വളരെ നല്ലതാ. 2 തീമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങളൊന്ന് വായിച്ചേ. 2 തീമോത്തിയോസ് 1-5-6 വാക്യങ്ങൾ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഇത് തിമോത്തിയോസിന്റെ ലേഖനമാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ്. തിമോത്തിയോസിന്റെ അമ്മയും തിമോത്തിയോസിന്റെ വല്യമ്മയും, ആ വല്യമ്മ ലോവീസും അമ്മ യുനീക്കയും, ഇവർ രണ്ടുപേരും ഫെയ്ത്തിലായിരുന്നു. പൗലോസിന്റെ കൂടെ മിഷണറി യാത്രയിൽ സജീവമായി പ്രവർത്തിച്ച 2 വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. ആ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന വിശ്വാസം പൗലോസും നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 6-ാം വാക്യം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസിന് നല്ലൊരു ആത്മീക പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ അത് തിമോത്തിയായിരുന്നു. കാരണം പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഉടനീളം വിട്ടുപിരിയാതെ ഒപ്പം നിന്ന പുത്രനായിരുന്നു അത്. പക്ഷെ ഒരിക്കലും തിമോത്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് പൗലോസല്ല. തിമോത്തിയെ സ്നാനപ്പെടുത്തിയതും പൗലോസല്ല. അവൻ്റെ അമ്മയും അവൻ്റെ വല്യമ്മയും ഒക്കെ വിശ്വാസികളായിരുന്നു. പൗലോസിന്റെ മിഷണറി യാത്രയിൽ കൂടെ ഉണ്ടവരായിരുന്നു. എൻ്റെ ഒരു ചിന്ത അനുസരിച്ചും വേദപഠിതാക്കൾ പറയുന്ന അനുസരിച്ചും ഈ അമ്മയും വല്യമ്മയും കൂടെ ഈ യൗവനക്കാരനെ പൗലോസിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകനെ നോക്കിക്കൊള്ളുക, ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിക്കൊള്ളുക, അവനെയും
പൗലോസെ നിന്റെ ശുശ്രൂഷയിൽ കൊണ്ടുപോവുക. അങ്ങനെ യൗവനക്കാരനായ തിമോത്തിയെ പൗലോസിന്റെ കൂടെ കൂടിയതാണ്. എന്നാൽ കൂടെ നടന്ന് ഒപ്പം നിന്ന് പൗലോസിന്റെ ദർശനങ്ങൾ മനസ്സിലാക്കി പലതവണ പൗലോസ് ശുശ്രൂഷ മധ്യേ തിമോത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരങ്ങൾ വെച്ച്. ആ കൈവപ്പിനാൽ ദൈവത്തിന്റെ കൃപാദാനങ്ങൾ അവനിൽ ജ്വലിപ്പിച്ചു. ഓൾറെഡി തിമോത്തി കൃപാദാനങ്ങൾ ഉള്ളവനായിരുന്നു. ഓൾറെഡി തിമോത്തിയിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസിന്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ, തൻ്റെ മിഷണറി യാത്രയിൽ ഒപ്പമായിരുന്നപ്പോൾ, ആ പുത്രത്വത്തിലേക്ക് തിമോത്തി വന്നപ്പോൾ പൗലോസിന്റെ കൈവപ്പിനാൽ കുറേയും കൂടെ തിമോത്തി ശക്തമായി പ്രയോജനപ്പെട്ടു. അവന്റെ അധികാരം ഇരട്ടി ആയി മാറി, അവന്റെ ശക്തി അധികമായി തീർന്നു. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. അതിന്റെ 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? വേഗത്തിൽ വായിക്കണം ക്രിസ്റ്റി പാസ്റ്ററെ. ഫിലിപ്പിയർ 2:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യെസ്. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. തിമോത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ആ പുത്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അവൻ മനസ്സിനെ തണുപ്പിക്കുന്നവനായിരുന്നു. ആമേൻ. ചൂട് പിടിപ്പിക്കുന്നവനല്ലായിരുന്നു, വരീടാക്കുന്നവനല്ലായിരുന്നു, കലക്കം ഉണ്ടാക്കുന്നവനല്ലായിരുന്നു, തമ്മിൽ അടുപ്പിക്കുന്നവനല്ലായിരുന്നു. അവൻ മനം തണുപ്പിക്കുന്നവനായിരുന്നു. ആമേൻ. അടുത്ത വാക്യങ്ങൾ വായിച്ചു പോകാം. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്കും നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായിട്ട് പൗലോസ് പറയുകയാണ്, തുല്യചിത്തനായി എനിക്ക് തിമോത്തിയോസിനെ പോലെ വേറൊരു പുത്രനില്ല. എനിക്ക് തിമോത്തിയെ പോലെ വേറൊരാളില്ല. കാരണം മറ്റൊരുത്തനെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ല. എൻ്റെ സുവിശേഷ യാത്രയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. പലരെയും ഞാൻ വിശ്വാസത്തിലേക്ക് നയിച്ചു. കൊരിന്ത്യ സഭയിലും ഞാൻ സ്ഥാപിച്ച എഫെസോ സഭയിലും മറ്റ് പല സഭകളിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിമോത്തിയെ പോലെ അത്രയും കോൺഫിഡൻസ് എനിക്ക് വേറെ ആരിലുമില്ല. വാവ്. ഒരു സ്പിരിച്വൽ ഫാദറിന്റെ, ഒരു ആത്മീക പിതാവിന്റെ ഉറപ്പാണത്. അങ്ങനെയുള്ള പുത്രന്മാർ എഴുന്നേൽക്കട്ടെ, അങ്ങനെയുള്ള പുത്രിമാർ എഴുന്നേൽക്കട്ടെ, അങ്ങനെയുള്ള മക്കൾ എഴുന്നേറ്റ് വരട്ടെ. എനിക്ക് അവന്റെ അത്രയും കോൺഫിഡൻസ് മറ്റാരിലും എനിക്ക് പറയാനില്ല. എന്തും വിശ്വസിച്ചേൽപ്പിക്കാം. അവൻ ചതിക്കുന്നവനല്ല, അവൻ മനസ്സ് തണുപ്പിക്കുന്നവനാണ്. 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പാസ്റ്ററെ. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. എല്ലാവരും അങ്ങനെയാണ്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പാസ്റ്ററും അസിസ്റ്റന്റ് പാസ്റ്ററും എന്നുള്ളതല്ല. അങ്ങനെ ഒരു സാധനം ബൈബിളിൽ ഇല്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പുതിയ നിയമത്തിൽ കാണിച്ചു തരാമോ? ജെറുസലേമിൽ അസിസ്റ്റന്റ് പാസ്റ്റർ പുള്ളിയായിരുന്നു. കൊരിന്ത്യ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററെ കാണിച്ചു തരാമോ? അല്ല. ആ അപ്പോസ്തലനോടൊപ്പം നിൽക്കുന്ന പുത്രനായിരുന്നു തിമോത്തി, ഒനേസിമോസ്, ഫിലോമോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാരും കൂലിക്കാരല്ലായിരുന്നു. അവരാരും കൂലിക്ക് പണി ചെയ്യാൻ വന്ന ജോലിക്കാരല്ലായിരുന്നു. അപ്പന് മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തവനായിരുന്നു. അവന്റെ സിദ്ധത എത്ര ശക്തമേറിയ ഒരു പദമാണെന്നറിയാമോ? അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളുടെ ഇവിടെ സിദ്ധത എന്ന് പറയുന്നത് വേറെ സാധനമാണെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പക്ഷേ വിശ്വസ്തനായി ആത്മീയ ഗ്രഹത്തിൽ നിൽക്കുന്ന നല്ലൊരു വിശ്വസ്ത പുത്രനായി, വിശ്വസ്ത പുത്രിയായി നിനക്ക് നിൽക്കാൻ കഴിയുന്നതാണ് ബൈബിൾ പറയുന്ന സിദ്ധത. ആമേൻ, ഹല്ലേലൂയ. മലയാളി പറയുന്ന സിദ്ധതയെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ദൈവരാജ്യത്തിലെ സത്യമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അടുത്ത വാക്യോട് വായിച്ചു പോനെ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. എന്റെ കാര്യം ഞാൻ അറിഞ്ഞ ഉടനെ, എന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി, ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷവനുമായ അടുത്തൊരു കാറ്റഗറി
ഇത് എന്തിനാണെന്നറിയോ ഇത് മുഴുവൻ വായിപ്പിക്കുന്നത്? എല്ലാവരും പുത്രന്മാരല്ല, എല്ലാവരും പുത്രിമാരുമല്ല. പൗലോസിന്റെ കൂട്ടു സഹോദരൻ, കൂട്ടുവേലക്കാരൻ, കോവർക്കേഴ്സ് ഉണ്ട്, കമ്പാനിയൻസ് ഉണ്ട്, കൂട്ടുവേലക്കാരുണ്ട്, സഹഭടന്മാരുണ്ട്. അതിൽ ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് താൻ ലേഖനങ്ങൾ എഴുതിയത് ഈ എപ്പഫ്രാത്തോസിനാണോ തിമോത്തിക്കാണോ? എന്റെ കൈവപ്പിനാൽ നിന്നിൽ ജ്വലിച്ച ദൈവത്തിന്റെ കൃപാദാനങ്ങൾ എന്ന് പറഞ്ഞത് കൂട്ടുവേലക്കാരനോടാണോ പുത്രനോടാണോ? പുത്രനോട്. അഭിഷേകത്തിന്റെ കൈമാറ്റം നടന്നത് സഹപടന്റെ മേളിലാണോ പുത്രന്റെ മേളിലാണോ? പുത്രന്റെ മേൽ. ആമേൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആമേൻ. ദൈവഭവനത്തിനകത്തും നിങ്ങൾ ജനിച്ച വീട്ടിനകത്തും ദൈവരാജ്യത്തിനകത്തും അധികാരമുള്ളവർ പുത്രന്മാരാണ്, പുത്രിമാരാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിനകത്തെ ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. സൂപ്പർ നാച്ചുറൽ ബർത്ത് എന്ന വിഷയത്തിൽ പ്രകൃത്യാതീതമായ അത്ഭുതകരമായ ജനനം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ വീണ് നിങ്ങളുടെ ആത്മമനുഷ്യനിൽ അത് പതിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന മാറ്റം, രൂപാന്തരം, ജനനം, അതിനാണ് വിശുദ്ധ ബൈബിളിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. അതൊരു അസാധാരണ കാര്യമാണ്. അത് കുറച്ചും കൂടെ ആഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. പാസ്റ്ററെ 1-ാം അധ്യായം, എല്ലാവരും ഒന്ന് എടുക്കണം ആ പദം. 1-ാം അധ്യായം അതിന്റെ 11, 11, 12, 13 വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷമാണ് 1-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. യെസ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല. അല്ല, അങ്ങനെ പോലെ പാസ്റ്റർ. അതിന്റെ 13-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ, അതാണ് ഇമ്പോർട്ടന്റ് വേർഡ്. അവർ രക്തത്തിൽ നിന്നല്ല. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നാണ് അവർ ജനിച്ചത്. ആരാണ് ഈ അവർ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പീറ്റർ പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12, 13 വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവമക്കൾ, സൺസ് ഓഫ് ഗാഡ്. ഇംഗ്ലീഷിൽ നിങ്ങൾ അത് വായിക്കണം. But as many as received him, to them gave he power to become the sons of God. Sons of God. Hallelujah. Amen. Hallelujah. Amen. നമുക്കൊരു സൺ ഓഫ് ഗോഡിനെ അറിയാം. അതാരാ? യേശു ക്രിസ്തു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന സൺ ഓഫ് ഗോഡ് എന്നല്ല. പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. Even to them that believe on his name. That believe on his name. അവന്റെ നാമത്തിൽ വിശ്വസിച്ചതിനാൽ അവർക്ക് മക്കളാകുവാൻ കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും, ഈ സൂമിലോ യൂട്യൂബിലോ കാണുന്ന പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവന്റെ പുത്രനായിരിക്കുന്നു, നിങ്ങൾ അവന്റെ പുത്രിയായിരിക്കുന്നു. അവരെ നോക്കി യേശു ഇന്ന് രാത്രിയിൽ പറയുന്നു, എന്റേതെല്ലാം നിന്റേതാകുന്നു. മകനെ, എന്റേതെല്ലാം നിന്റേതാകുന്നു. വാസ്തവമായും ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ഇതാണ്.
ഈ വെളിപ്പാടിലാണ് മക്കളെ ഓരോ വ്യക്തിത്വങ്ങളും ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ അപ്പ ആരാന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കേണ്ടത്. എന്റെ മേലുള്ള അധികാരം എന്തെന്ന് തിരിച്ചറിഞ്ഞാണ് ജീവിക്കേണ്ടത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതിൽ ജാതിയില്ല, അതിൽ മതമില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല, അവർക്കെല്ലാം ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു.